എല്ലാ പ്രിയപ്പെട്ടവർക്കും വുമൺസ് ലൈവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. 45 വർഷത്തിന് മുകളിലായി പ്രവാസ ജീവിതം നയിക്കുന്ന പ്രമുഖ പ്രവാസ എഴുത്തുകാരിയുമായ ശ്രീമതി ഉഷാ ചന്ദ്രനാണ് ഇന്ന് വുമൺസ് ലൈവിലെ അതിഥിയായിത്തിരിക്കുന്നത്. ഉഷേജി, സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം. ഉഷേജി ഏകദേശം 45 വർഷത്തിന് മുകളിലായി പ്രവാസ ജീവിതം നയിക്കുകയാണ്. അതൊരു ചെറിയ കാലയളവല്ല. എന്താണ് പ്രവാസ ജീവിതത്തെ പറ്റി ഉഷേജിക്ക് പറയാനുള്ളത്? നമുക്ക് അവിടുന്ന് തുടങ്ങാം. പറയാനുള്ളത്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പ്രവാസ ജീവിതമാണ്. കാര്യം എനിക്ക് നാടുമായിട്ടുള്ള ടച്ചൊക്കെ ഇട്ടത് കാരണം, ഇപ്പോൾ ഈ 45 വർഷമായത് കാരണം ഞാൻ ഇവിടവുമായി കൂടുതൽ അടുപ്പമായി യോജിച്ചു പോകുന്നു. ഇവിടുത്തെ എല്ലാ സംസ്കാരവും ഇവിടുത്തെ എല്ലാ സിസ്റ്റവുമായിട്ട് യോജിച്ചു പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ തന്നെയാണ് കംഫർട്ടായിട്ട് തോന്നുന്നത്. പക്ഷേ ചെയ്ത് വന്നത് ഇങ്ങനെ ജോലിക്ക് വന്നതാണോ അതോ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ കൂടെ വന്നതാണോ? എങ്ങനെയാണ് ഈ പ്രവാസ ജീവിതത്തിലേക്ക് എത്തിയത്? ഹസ്ബൻഡിന്റെ കൂടെ വന്നിട്ട് ജോലി വന്നതിന് ശേഷം ഞാൻ 79 വന്നതാണ്. 80 ഞാൻ ജോലിക്ക് കയറി. പക്ഷെ അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല. പിന്നീട് ജോലി ചെയ്യുന്നത് ഒരു 82-ലെങ്ങാണ്ടാണ്. അന്ന് മോനൊക്കെ കുഞ്ഞാണ്. അപ്പൊ കുട്ടിയെ വീട്ടിലിട്ടാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഹസാനിയുടെ ഹെഡ് ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പം അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്തോണ്ടിരുന്നപ്പോ, അന്ന് ടൈപ്പിസ്റ്റായിട്ടൊക്കെ ആയിരുന്നു. ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് വന്നിട്ട് ഡ്രസ്സ് നനയുന്ന കണ്ടോണ്ട് ഞങ്ങളുടെ മാനേജർ, ഇപ്പോഴും പേര് എനിക്ക് ഓർമ്മയുണ്ട്, മിസ്റ്റർ ദമ്മ, ബോംബെക്കാരനാണ്. അദ്ദേഹം എന്നെ വിളിപ്പിച്ചു ഓഫീസിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ഉഷാചന്ദ്രൻ തൽക്കാലം ജോലിക്ക് വരണ്ട, പാല് പിടിക്കുന്ന കുഞ്ഞുള്ളതല്ലേ, ഇതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് ജോലി ചെയ്താൽ പോരെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഹസാനി വിടുക ചെയ്ത്. പിന്നെ അതിനുശേഷം ഒരുപാട് ഫേമുകളില് പല പല എന്താണ്, എൻ്റെ ആദ്യം ഞാൻ ടൈപ്പിസ്റ്റായിട്ട് കയറി, പിന്നെ റിസപ്ഷനിസ്റ്റായിട്ട് കയറി, പിന്നെ അടുത്തതിനകത്ത് സെക്രട്ടറി ആയിട്ട് കയറി. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്ന തസ്തികകളിലേക്ക് കയറി അവസാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള നില വരെ 95-ല് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എല്ലാരും പറയും IAS എടുക്കുന്നതിലും ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരുപാട് ടെസ്റ്റ് കൊടുത്തു. 20ക്ക് മേലെ കൊടുത്തു. കാര്യം എന്താന്ന് വെച്ചാല് അവസാനം ഓരോ ക്ലാസ്സിനും 35 തെരഞ്ഞിട്ടു. അപ്പൊ ഞാൻ അവസാനമായപ്പോ പഠിച്ചു കഴിഞ്ഞപ്പോ ക്ലാസ്സിന് പോകാതെ ടെസ്റ്റിന് മാത്രമായിട്ട് പോയി. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് മതി നിർത്തി പോകുമെന്ന് പറയും. അടുത്ത ടെസ്റ്റിനുള്ള അത് 70 ആണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഓരോ ടെസ്റ്റിനും എടുക്കുന്നത് ഒരുപാട് എക്സ്പെൻസീവ് ആണ്. അന്ന് വളരെ എക്സ്പെൻസീവ്. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ എന്നാലും ഉഷേജി, ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് ഒരു 2 ചിറക് വെച്ചത് തുല്യമാണെന്നല്ലേ? പിന്നെ നമ്മളെന്തോ സംതിങ് ആയ പോലെ. കാര്യം നമുക്ക് എന്തായാലും നേടാൻ പറ്റും. നമുക്ക് ജീവിതത്തിൽ നമ്മൾ എന്തോ ഒബ്റ്റെയിൻ ചെയ്തു, നമ്മൾ എന്തോ അച്ചീവ്മെന്റ് നടത്തി, അങ്ങനെയൊക്കെയുള്ള ചിന്ത നമുക്ക് വരും. സ്വാതന്ത്ര്യമുണ്ട്. നമ്മള് എന്തോ ആണ്, അല്ലെങ്കിൽ നമ്മൾ വെറും കുടുംബിനെ അല്ല എന്നൊരു തോന്നൽ വരണം. ഇന്നും ആ വണ്ടി എടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിലെവിടെയാണ് ഉഷേജി? കോട്ടയമാണ്, ചങ്ങനാശ്ശേരിയാണ് ഞാൻ ജനിച്ചു വളർന്നത്. പിന്നെ ഹസ്ബൻഡിന്റെ നാട് അറിയാലോ, കൊൻകുന്നാണ്. ഞങ്ങളവിടെ സെറ്റിലായി. എല്ലാ വർഷവും ഇല്ല, എല്ലാ വർഷവും ഞാൻ 5 വർഷം കൂടിയായി കഴിഞ്ഞ പോയത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ താല്പര്യമില്ല, പോകാൻ താല്പര്യമില്ല. ഇല്ല, അതല്ലേ പോകാത്തത്. നമ്മളെ പ്രതീക്ഷിച്ചിരിക്കാനോ നമ്മളെ കാത്തിരിക്കാൻ ആളുണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോകും. നമുക്ക് അങ്ങനെ ഒരാളില്ല. എൻ്റെ ഒരു ബ്രദറുണ്ട് നാട്ടില്, അദ്ദേഹം ചങ്ങനാശ്ശേരിയിലാണ്. പിന്നെ അങ്ങനെ ഒരു കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിലും അത് വാസ്തവമാണ്. നമ്മളെ കാത്തിരിക്കാൻ ആളുകൾ ഉള്ളപ്പോഴാണ് നമുക്ക് സത്യം. അച്ഛനും അമ്മയും ഉള്ള കാലമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ ഒരു കാലം എന്ന് പറയുന്നത്. അന്നൊക്കെ ഞാൻ 2 വർഷം കൂടുമ്പോഴാണ് പോയിക്കൊണ്ടിരുന്നത്. 2 പിള്ളേർക്ക് വെക്കേഷൻ ആയ ഒരു വെക്കേഷൻ അങ്ങനെ വിടും. അടുത്ത നെക്സ്റ്റ് വെക്കേഷൻ വരുമ്പോൾ ഞങ്ങള് പോകും. 2 വർഷം കൂടുമ്പോൾ പോകാനുള്ള അതിനുള്ള സാമ്പത്തിക സ്ഥിതി അന്നുള്ളൂ.
കാര്യം അദ്ദേഹത്തിനാണേലും ചെറിയ സാലറിയാണ്. നസറിലാണ് വർക്ക് ചെയ്തിരുന്നത്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. കുട്ടികളൊക്കെ രണ്ടുപേരാണ്. മൂത്തവൾ ഇവിടെ ജനിച്ച മൊത്തം ഹോസ്പിറ്റലിലായിരുന്നു. മോനെ പിന്നെ ഞാൻ ഡെലിവറിക്ക് വേണ്ടി മാത്രമായിട്ട് നാട്ടിൽ പോയി. മോള് ഇവിടെ ജനിച്ചത്. മക്കളൊക്കെ മോള് യുഎസിലാണ് സെറ്റിൽഡാ. അവള് എന്തോ ചെയ്യുന്നുണ്ട്, എന്തോ വർക്ക് ചെയ്യുന്നുണ്ട്. മോൻ ഇവിടെ മീഡിയ സിറ്റിയിലാണ് വിഷ്വൽ മീഡിയ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഉഷേച്ചി അറിയപ്പെടുന്ന ഒരു പ്രവാസി എഴുത്തുകാരിയാണ് ഉഷേച്ചി. പ്രത്യേകിച്ചും ഉഷേച്ചിയുടെ കവിതകൾ അതൊരു വല്ലാത്തൊരു ഭംഗിയുള്ള കവിതകളാണ്. ഒരു പ്രാസം ഒപ്പിച്ച് ഒക്കെ ഒരു കവിതകളാണ് ഉഷേച്ചി എഴുതുന്നത്. ഇത് ഈ എഴുത്തിലേക്ക് തിരിഞ്ഞ ആ ഒരു സമയം അത് ചെറിയ നാൾ തൊട്ട് ഇപ്പൊ നമുക്കറിയാം, ചിലർക്ക് കുട്ടിക്കാലം തൊട്ട് എഴുത്തിലേക്കൊക്കെ ഒരു വാസനകൾ ഉണ്ടാവും. ചിലർക്ക് ഏതെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അതിലേക്ക് എത്തിപ്പെടുക. പക്ഷേ ഏത് ഒരു സമയത്താണ് ഈ എഴുത്തിലേക്ക് തിരിഞ്ഞത്? അത് സന്ധ്യ എനിക്ക് പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാര്യം, മോനെ ഡെലിവറി കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വീക്കിലേക്കകത്തൊരു സമസ്യാപൂർണ്ണം കണ്ട്. ഞാൻ ആ സ്പോട്ടിൽ ആ സമസ്യ പൂരിപ്പിച്ചു. ഞാൻ തന്നെ ഓർക്കാതെ വന്നു. അതായത് 2 സമസ്യ ഉണ്ടായിരുന്നു. 2 ഞാൻ അപ്പം തന്നെ പൂരിപ്പിച്ചു. എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ഇത് രസമില്ലേ എന്ന് ചോദിച്ചു. അതോടെ അതങ്ങ് കഴിഞ്ഞു. അതൊക്കെ അങ്ങ് കഴിഞ്ഞു. അതെന്നാണ് 80 മോൻ ചെറുതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു? ഇല്ല, ഞാൻ ജോലിയും കാര്യങ്ങളും കുഞ്ഞുങ്ങളെ വളർത്തലും ഹസ്ബൻഡിനെ അങ്ങോട്ടും അങ്ങനെ അങ്ങ് പോയി. അപ്പോഴാണ് എനിക്ക് പിന്നെ ജോലി കിട്ടിയത്. പറഞ്ഞില്ലേ, അങ്ങനെ ജോലി എനിക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. ഓരോരുത്തർക്ക് ടെമ്പററി ആയിട്ടും പെർമനന്റ് ആയിട്ടും എല്ലാം ജോലി കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ജോലിയുടെ തിരക്കിനിടയ്ക്ക് നമുക്ക് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ സമയത്തൊന്നും ഞാൻ എഴുത്തിനെ പറ്റി ആലോചിച്ചിട്ട് പോയില്ല. പിന്നെ എപ്പോഴാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു അറിയപ്പെടുന്ന പ്രവാസി എഴുത്തുകാരിയാണ് ഉഷാ ചന്ദ്രൻ എന്ന് പറയുന്നത്. ഈ ഒരു എഴുത്തിലേക്ക് പൂർണ്ണമായും ഒരു തിരിഞ്ഞത് എപ്പോഴാണ്? ഞാൻ ജോലിയെല്ലാം വിട്ട് ഹസ്ബൻഡ് എല്ലാം മരിച്ചു കഴിഞ്ഞപ്പം, ഹസ്ബൻഡ് മരിച്ചല്ലോ 2002 അത് കഴിഞ്ഞപ്പം 2002 അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് 2004 വരെ ജോലി ചെയ്തു സെയിം കമ്പനിയിൽ. ജോലി ചെയ്ത് ഒരു വിസയുടെ പ്രോബ്ലം വന്നപ്പോഴാണ് ഞാൻ തന്നെ അവർ ഇരിക്കുക വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്കിവിടെ പേടിയാണ് ഇവിടുത്തെ നിയമത്തെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം മോൾ അച്ഛൻ്റെ അണ്ടറിലായിരുന്നു. അപ്പം അതിന് ഹസ്ബൻഡ് മരിച്ചപ്പം മോളുടെ വിസ ക്യാൻസലായി. ആദ്യം മോളുടെ വിസ ക്യാൻസലായത്. എനിക്കെപ്പോഴും കമ്പനിയുടെ വിസയാണ്. അപ്പോൾ മോൻ്റെയും ക്യാൻസലായി. മോനിപ്പോൾ ക്യാൻസലായത് നാട്ടിൽ പോയി പഠിക്കാനായിട്ട് പോയി. മോളുടെ വിസ ക്യാൻസൽ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു 4000 സാലറി ഉണ്ടെങ്കിൽ എനിക്ക് മകളെ സ്പോൺസർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതൊക്കെ ഇതൊരു കഥയാണ്. അപ്പം പുള്ളി പറഞ്ഞു തരാം ഇങ്ങനെ പറഞ്ഞ് നീട്ടിപ്പോയി. അപ്പോൾ കുഞ്ഞിനെ ഇവിടെ വിസയില്ലാതെ നിർത്താൻ എനിക്ക് പറ്റില്ല. അവള് അപ്പോഴത്തേക്കൊക്കെ ഡിഗ്രി കഴിഞ്ഞ് ഇടയ്ക്ക് വരുന്നു. അപ്പോൾ അവളെ ഇവിടെ കൊണ്ടുവരാൻ കൊള്ളാവുന്നുണ്ടായിരുന്നു. അതെ, അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ് നീട്ടി പോയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ തരണ്ട, ഞാൻ വേറെ വിസ എടുത്തോട്ടെ എവിടെ നേരും ഈ സെയിം സാലറി ഇട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക്, അദ്ദേഹത്തിനൂടെ ഓഫീസാണ്, അദ്ദേഹം എനിക്ക് 4000 സാലറി ഇട്ട് വിസ തന്നിട്ട് ഞാൻ അതിലേക്ക് മോളെ സ്പോൺസർ ചെയ്തു. അപ്പൊ എപ്പോഴാണ് ഈ ഒരു പൂർണ്ണമായ എഴുത്തിലേക്ക് തിരിഞ്ഞത്? മോളുടെ ഡെലിവറിക്ക് ഞാൻ പോയിരുന്നല്ലോ, യുഎസിൽ പോയിരുന്നല്ലോ. അപ്പൊ മോളെ കുഞ്ഞിനെ ഇട്ടിട്ട് ഞാൻ തിരിച്ചു വന്നപ്പം ഞാനിപ്പം 1 വർഷം അവിടെ നിന്നു. അപ്പം കുഞ്ഞിനെ കാണാതിരുന്ന സങ്കടം, രാത്രി ഉറക്കം വരുന്നില്ല. അപ്പൊ ഒത്തിരി സങ്കടം വന്നപ്പോ അവളെ പറ്റിയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കവിത എഴുതി. ആ കവിത ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് നാട്ടിൽ അയച്ചു കൊടുത്തു. അപ്പൊ അത് നമ്മുടെ രഞ്ജിനി വർമ്മയും ബാലഗോപാലും കൂടെ അത് വീണ വിട്ട് പാടി എനിക്ക് അയച്ചു തന്നു. ഞാൻ അയച്ചു കൊടുത്ത ആൾ ഇച്ചിരി ഓൾഡുള്ള ആളാണ്. അപ്പം അദ്ദേഹം കൊടുത്ത് അത് വീണ വിട്ട് ആ പാട്ട് എനിക്ക് തിരിച്ചയച്ചു തന്നു. ഞാൻ അന്ന് കരഞ്ഞതിനെ എനിക്ക് സന്തോഷം കൊണ്ടൊന്ന് ആദ്യമായിട്ട് എഴുതിയ കവിത എഴുതിയത് സംഗീതജ്ഞര്. പക്ഷെ ആ കവിത ഉരുത്തിരിഞ്ഞ് വന്നത് ഉഷ ചേച്ചിയിൽ ഉണ്ടായ ഒരു ഒറ്റപ്പെടല്, ഒരു ഏകാന്തത, ഒരു കുഞ്ഞുമായിട്ട് അകന്ന് നിന്ന ഒരു വേദന ആയിരുന്നു. കുഞ്ഞിനെ കാണാഞ്ഞിട്ടുള്ള ആ ഒരു വേദനയായിരുന്നു എനിക്ക്. ആ വിഷമമാണ് കവിതയായിട്ട് വന്നത്. അതിനുശേഷം അങ്ങ് തുടരെ എഴുത്തായിരുന്നു. പിന്നെ ഞാൻ 2006 ജോലിക്ക് പോയി. ഉഷ ചേച്ചി ഇപ്പൊ മൊത്തം എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? ഞാനിപ്പോ 8 പുസ്തകം റിലീസായി. 9ാമത്തെ പുസ്തകം ഈ വർഷം ഷാർജയിൽ റിലീസാവും. അത് കവിതാ സമാഹാരമാണ്.
ഈ 8 പുസ്തകങ്ങളിലെ നോവലുകളാണോ കഥകളാണോ? 5 നോവലുണ്ട്. 5 നോവല്, 2 യാത്രാ വിവരണങ്ങള്, 2 കവിതാ സമാഹാരങ്ങള്. ഇപ്പം അടുത്ത റിലീസിന് വെച്ചിരിക്കുന്ന ഏത് കവിതാ സമാഹാരമാണ്. ഇതാണത്. ഇത്തവണ ഷാർജ റിലീസാക്കാൻ വെച്ചിരിക്കുന്ന കവിതകളാണ് അല്ലേ? എത്ര കവിതകൾ? 35. ഈ ഉഷേച്ചിയുടെ കവിതകൾക്കൊക്കെ ഭയങ്കര ഒരു മനോഹാരിതയാണ്. അതായത് ഒരു കവിത നമ്മൾ വായിക്കുമ്പം അത് ഒരു താളമുണ്ട്, അതിനൊരു ഭയങ്കര താളത്തിലാണ്. ഓരോ വരികൾക്ക് ഒരുപാട് അർത്ഥവ്യാപ്തിയുണ്ട്. അത് കൂടാതെ ഒരു വല്ലാത്ത താളബോധമുണ്ട്. അതെങ്ങനെയാണ്? വൃത്തത്തിൽ എഴുതുന്നുണ്ടാവും. ഞാൻ വൃത്തം കീപ്പ് ചെയ്യുന്നുണ്ട്, വൃത്തത്തിൽ എഴുതാൻ ശ്രമിക്കുകയല്ല, എഴുതാൻ അറിയാം. അപ്പോൾ അതുകൊണ്ടാവാം അതിനൊരു താളം. അത് അന്നേരം അതിനൊരു താളം വരും. അല്ലെങ്കിൽ താളം ഇട്ടെഴുതിയാൽ അതിലൊരു വൃത്തം ഉണ്ടാവും. താളം ഇട്ട് നമ്മൾ എഴുതിയാൽ മതി. അതിലേതെങ്കിലും ഒരു 10, 250, 300 ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പം ഞങ്ങൾ പുതിയൊരു വൃത്ത ദീപം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇഷ്ടം എത്രമാത്രം വൃത്തങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ അതും ഞങ്ങൾ ചമച്ച, ഞങ്ങൾ ചിട്ടപ്പെടുത്തിയ എൻ്റെ 11 വൃത്തങ്ങളും ചേർത്താണ് ഇപ്പൊ വൃത്തദീപം ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വൃത്തദീപത്തിനകത്ത് എല്ലാ വൃത്തങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. ഒരു വൃത്തത്തിൽ നമുക്ക് എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വൃത്തങ്ങളും അതിൻ്റെ ലക്ഷണം വെച്ചിട്ട് നമുക്കതിനെ ഗണം തിരിച്ച് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. എല്ലാം ഇപ്പം ഞാൻ അങ്ങനെ എഴുതുന്നത്. പക്ഷെ അതിനോട് എല്ലാവർക്കും താല്പര്യമില്ല. എനിക്ക് തോന്നി വൃത്തകവിതകൾ അധികം കണ്ടിട്ടില്ല. ഗദ്യകവിതകൾ ഒരുപാട് കാണാറുണ്ട്, കവിതകളുമുണ്ട്. പക്ഷെ വൃത്തകവിതകൾ നമ്മൾ അധികം അതുണ്ട്. സംസ്കൃതം അറിയാവുന്നവര്, പിന്നെ ഭാഷാ പണ്ഡിതര്, പിന്നെ അതുപോലെ പ്രൊഫസർമാര്, സംസ്കൃതം പഠിപ്പിക്കുന്ന പ്രൊഫസർമാര്, അങ്ങനെ എഴുതാൻ അറിയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കവികളെന്ന് അവരെ നമുക്ക് പറയാം. ശരിക്കും പഴയ കവികളാണ് അവരൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പ് തന്നെയുണ്ട്. ഞങ്ങൾ എല്ലാവരും തന്നെ വൃത്തത്തിൽ കവിത എഴുതുന്നു. പക്ഷേ അവാർഡുകള് അതുപോലെ അംഗീകാരങ്ങളൊക്കെ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല സന്ധ്യ. എനിക്ക് ഒരുപാടൊന്നും, ഞാനൊന്നിനും അങ്ങനെ ശ്രമിക്കുന്നുമില്ല. പിന്നെ എനിക്ക് എന്താണ് മലയാറ്റൂർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉജ്ജീവനം എന്ന് പറയുന്ന പുസ്തകം. ഉജ്ജീവനം നോവലാണ്. പിന്നെ എനിക്ക് കിട്ടിയത് ധാർമ്മികതാ പത്രത്തിന്റെ കോഴിക്കോട്ട് നിന്ന് ഒരു അവാർഡ് കിട്ടി. പറയത്തക്ക അവാർഡെന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ചെറിയ 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 അംഗീകാരങ്ങള്, പുരസ്കാരങ്ങള്, പിന്നെ നമുക്കുള്ള ചെറിയ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നത്, അങ്ങനെയൊക്കെ. അതിലൊന്നും ഞാൻ വലിയ കാര്യമൊന്നും കാണുന്നില്ല. അംഗീകാരങ്ങൾ ചെറുതായാലും വലുതായാലും അത് ശരിയാണ്. പക്ഷെ അതിനെ നമ്മൾ എടുത്തു പറയത്തക്ക ഒന്നുമില്ല. എല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിൽ നിന്ന്. പിന്നെ ഇവിടെ ഇപ്പൊ അബുദാബി മലയാളി സമാജത്തിൽ നിന്ന് അത് ഇത്രയും വർഷം പൂർത്തിയാക്കിയില്ലേ. അങ്ങനെ ചെറിയ ചെറിയ അംഗീകാരങ്ങൾ, പുരസ്കാരം, അതെല്ലാം എൻ്റെ പുസ്തകത്തിൽ ഞാൻ ആമുഖത്തില് എന്റെ ബയോഡേറ്റ കൊടുത്തിട്ടുണ്ട്. ഉഷേച്ചി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉഷേച്ചി യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ? അല്ല. പക്ഷെ ഉഷേച്ചി പല രാജ്യങ്ങളിൽ വേണ്ടി മാത്രം പോയതാ. എഴുതാൻ വേണ്ടി മാത്രം പോകുന്നതാണ്. യാത്ര ഇഷ്ടപ്പെട്ട് പോകുന്നതല്ല. യാത്ര ഇഷ്ടമേ അല്ല എനിക്ക്. ഞാൻ ജോർജിയയിൽ പോയത് എഴുതാനാണ്. അതാണ് എൻ്റെ പുസ്തകമായിട്ട് വീഞ്ഞുകളുടെ ഈറ്റില്ലം. അത് ജോർജിയയാണ്, ജോർജിയ യാത്രാ വിവരണമാണ്. അല്ലാതെ എനിക്ക് യാത്രകളോട് എന്നും മടുപ്പ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എഴുതാൻ വേണ്ടി മാത്രം യാത്രകളോട് മടുപ്പുള്ള. സാക്രിഫൈസ് ചെയ്താണ് ആ യാത്ര കംപ്ലീറ്റ് ചെയ്തത്. 6 ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മൊത്തം കിടപ്പായി വീട്ടില്. ജോർജിയ യാത്ര. പിന്നെ മസ്കറ്റ് പോയിട്ട് അതാണ് എന്റെ ഖരീഫിലേക്ക് ഒരു സഹസ്രദൂരം. ഓരോ യാത്രകളും ഓരോ പുസ്തകങ്ങളാക്കുന്നത്. ഇപ്പൊ പോയത് കസാക്കിസ്ഥാനാണ്. ഒന്നുമില്ല എഴുതാൻ, ഒന്നും കിട്ടിയില്ല. മഞ്ഞല്ലാതെ മഞ്ഞ സമയത്താണ്. മഞ്ഞല്ലാതെ ഒന്നും അതിനകത്തില്ല. അവിടെ നിന്ന് എനിക്ക് കിട്ടാനില്ല, എഴുതാനുമില്ല. അല്ല, പക്ഷെ ഞാനൊരു ഷോർട്ട് നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് പുസ്തകമാക്കാനുള്ള മെറ്റീരിയൽ കിട്ടിയിട്ടില്ല. പക്ഷെ ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അതൊരു പുസ്തകത്തിനുള്ള വകുപ്പ് അതിൽ നിന്ന് എനിക്ക് അവിടെ പോയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാം മഞ്ഞ് കാണാൻ അവിടെ എവിടെയും നടന്നു എടുത്തുമൊക്കെ പോയി. ചരിത്ര സത്യങ്ങളോ അങ്ങനെയുള്ള പൗരാണിക കേന്ദ്രങ്ങളോ അങ്ങനെയുള്ളടൊന്നും സന്ദർശിച്ചില്ല. അതുകൊണ്ട് എഴുതാൻ എന്തെങ്കിലും എഴുതുമ്പോൾ നമുക്ക് അതും കൂടെ ചേർത്ത് വേണ്ടേ. അതേസമയം മസ്കറ്റ് സലാല ഞാൻ കുറെയൊക്കെ അതിലുണ്ട്. ഈ എഴുത്തിന് പ്രചോദനമാകുന്നത് എപ്പോഴും എന്താണ്? ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ചേച്ചി ഇപ്പോൾ ഒരു കാര്യം എഴുതാൻ എടുക്കുകയാണ്,
അപ്പൊ അതിന് പ്രചോദനമാകുന്നത് എന്താണ്? നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണോ, അതോ ഈ പറഞ്ഞ പോലെ യാത്രകൾ ഇതാണോ, അതോ എന്താണ് ഈ ഒരു വില്ലീസിൽ നടന്ന ചോരപ്പൂക്കൾ എന്നൊരു പെട്ടെന്നൊരു ഒരു ത്രെഡ് എന്റെ മനസ്സിൽ വന്നു. അതറിയാം, അത് വായിക്കുന്നവർക്കറിയാം ഞാൻ വായിച്ചിരുന്നു. എന്താണോ. നല്ലതായിരുന്നു, വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ഭയങ്കര ഒരു ഭീതിജന്യമായ ഒരു ഭീകര കഥയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ബട്ട് അതിൽ എല്ലാം ഉണ്ട്. ഒരു പ്രണയമുണ്ട്, ഒരു വിരഹമുണ്ട്, ഒരു എന്താ പറയാ, നമ്മൾക്ക് എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത് ഒരു ഉദ്വേഗമുണ്ട്. അങ്ങനെ പല വികാരങ്ങൾ നിറഞ്ഞ ഒരു അല്ലെ സാധാരണ ഒരു ത്രില്ലർ, സസ്പെൻസ് ത്രില്ലർ, അതില് പ്രണയം കുറവായിരിക്കും അല്ലേ? ഇതിനകത്ത് എല്ലാം മിക്സപ്പാ, എല്ലാം സമമായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. പിന്നെ സ്റ്റണ്ടുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം മിക്സ്. ഒരു ഫാമിലി എന്നാ ഒരു ഫാമിലി ഓറിയന്റഡ് ആണോ? ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഫാമിലി ഓറിയന്റഡ്. എന്നാ അതൊരു ഡിറ്റക്റ്റീവ് നോവൽ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുണ്ട്. അത് ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി, എല്ലാത്തിന്റെയും ഒരു മിക്സ് എന്ന് പറയാം. എല്ലാം അതെ, എല്ലാം ഉണ്ട്. പക്ഷെ ഒരുപാട് 10-48 പേര് ഫീഡ്ബാക്ക് തന്നു. എനിക്കൊരു 20-25ഓളം എനിക്ക് തോന്നുന്നു പിന്നെ സദ്യം എഴുതിയിരുന്നതിൽ 25ഓളം പേര് എനിക്ക് അതിന് റിവ്യൂവും തന്നു. ഞാനാണത് ആങ്കർ ചെയ്തത്. ആങ്കർ ചെയ്തതും ഫെയർലതിന്റെ റിലീസിന്റെ അന്ന് ഞാനത് ആങ്കർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബുക്ക് വായിച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിൽ അതിനെപ്പറ്റി 2 വാക്ക് കുറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടി, കുറെ അധികം കിട്ടി. ഇതെന്തായാലും വളരെ മനോഹരമായിരുന്നു. ഉഷേച്ചി പാട്ട് പാടാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണോ? അല്ലേ? പാടാറുണ്ടോ ഉഷേച്ചി? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉഷേച്ചിയുടെ പാട്ടുകൾ ഫേസ്ബുക്കിൽ കാണാറുണ്ട്. ഞാൻ പാടും, പക്ഷെ എല്ലാം ഒന്നും സേവ് ചെയ്തെടുത്തില്ല. അതുകൊണ്ടാണ് നല്ലത്, കുറച്ച് ഭേദം തോന്നുന്നത് സേവ് ചെയ്ത്, അതാണ് പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നത്. ഫേസ്ബുക്കിൽ നല്ലതായിട്ട് എഴുത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവായിട്ട് ഉഷേച്ചിയുടെ എനിക്ക് ഒരു ടൈം പാസ് ചെയ്യുന്ന തന്നെ അത് ഫേസ്ബുക്കിലാണ്. സാമൂഹ്യ മാധ്യമങ്ങളില്, സോഷ്യൽ മീഡിയയിലൊക്കെ ഉഷേച്ചി വളരെ ആക്റ്റീവാണോ? അതെ അതെ, അറിയാമല്ലോ സന്ധ്യക്ക്, വളരെ ആക്റ്റീവായിട്ട്. വളരെ ആക്റ്റീവാണ്. ഇനിയിപ്പോ അടുത്ത യാത്ര എന്തെങ്കിലും ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എവിടേക്കാന്നറിയില്ല, പക്ഷെ ഞാൻ പോണോ വേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഉഷേച്ചിയുടെ യാത്രകളൊക്കെയും ഫാമിലിയുടെ കൂടെ ഇല്ല, ഒറ്റയ്ക്കൊന്നും പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. പോകേണ്ടി വന്നാൽ എന്നാലും എനിക്ക് ധൈര്യമില്ല. മക്കളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മുടിയുടെ രഹസ്യം എന്താണെന്നോടൊന്ന് പറയാമോ? സന്ധ്യ ഇതിനെ പറ്റി ചോദിക്കാത്തവരില്ല. പക്ഷെ മുടിക്ക്, ഈ മുടി എൻ്റെ അമ്മയുടെ മുടിയാണ്, പാരമ്പര്യമായിട്ട്. പിന്നെ ഇതിൽ രഹസ്യങ്ങളൊന്നുമില്ല. ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്, മുടിയെ പറ്റി ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒരു ചെറിയൊരു റൈറ്റപ്പ് ഇടാമെന്ന് വിചാരിക്കുകയാണ് ഫേസ്ബുക്കിൽ. എല്ലാവർക്കും അറിയണം. രഹസ്യങ്ങളൊന്നുമില്ല, പാരമ്പര്യം ഒന്നാണ്. പിന്നെ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, ഇത് നമ്മൾ പുറമേ ചെയ്യുന്നതിന്റെ ഫലമല്ല, നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന പോഷകാഹാരത്തിന്റെയാണ് ഈ മുടി വളർച്ചയ്ക്ക് ഏറ്റവും അധികം സഹായകരമാകുന്നത് നമ്മുടെ ഭക്ഷണത്തിന്റെ. പിന്നെ എന്നാന്ന് വെച്ചാൽ, ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് തൊട്ടേ ഒരു ദിവസം ഒരു നെല്ലിക്ക കഴിക്കും. ഞാൻ എന്താ അതാണോ എന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് ആരോടും അങ്ങനെ അഡ്വൈസ് ചെയ്യാനും പറ്റില്ല. നെല്ലിക്ക കഴിക്കും, ബദാം, ഒരു മുട്ട, ഒരു ദിവസം ഒരു മുട്ട വെച്ച്, പിന്നെ ഒമേഗ 3 ഉള്ള ഫിഷ് ആയാലും എന്ത് ഫുഡായാലും നമ്മൾ നല്ല റിച്ച് ഫുഡ് കഴിച്ചാൽ, പോഷകാംശമുള്ള ഫുഡ്, ഈന്തപ്പഴം, അതുപോലെ നട്ട്സ്, എല്ലാ നട്ട്സും. ബദാം കഴിക്കാത്ത ദിവസമില്ല ഞാൻ. അതൊക്കെ പണ്ടൊട്ടേ ഉള്ളതാ, ഇവിടെ വന്ന കാലം തൊട്ടേ ഉള്ള ആ ശുശ്രൂഷയുടെ ഗുണമാണ് ഇതിപ്പോ. അല്ലാതെ നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ ഒട്ടും ഒരു വിഷയം ഉണ്ടായി കൊള്ളണമെന്നില്ല. ഇവിടെ സാധാരണ ഈ വെള്ളത്തിന്റെ ഒക്കെ നന്നായിട്ടുണ്ടാവും അല്ലേ? പിന്നെ എന്നും കുളിക്കില്ല തല, ഞാൻ എന്നും തല കുളിക്കില്ല. ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാ ദിവസവും തല കുളിക്കരുത് എന്നുള്ളൊരു. എനിക്കൊന്ന് ഇവിടുത്തെ ഈ സോൾട്ടി വാട്ടറിന്റെ ആയിരിക്കും നമ്മൾ തലയിലോട്ട് വെള്ളം ഫോഴ്സ് ആയിട്ട് പിടിക്കാതിരിക്കുക. ഞാൻ പിന്നിപ്പോ ഇത് കാണുന്നവർക്കറിയാം, ഞാൻ എണ്ണ തൊടത്തില്ല. അത് ശരി, എന്റെ മുടിയിൽ ഞാൻ എണ്ണ തൊടുകയില്ല. എന്തെണ്ണ ഞാൻ എണ്ണ എന്ന് പറയുന്ന ഒരു വസ്തു. പക്ഷെ ഞാനിങ്ങനെ കേട്ടിരിക്കുന്നത് നമ്മള് അങ്ങനല്ലേ, തലയില് എണ്ണ തേച്ച് കുളിക്കണം. ഈ സ്കാപ്പ് അടയും, എണ്ണ അടുപ്പും കൂടെ ചെന്നിട്ട് ഇതങ്ങ് അടയും. തലയിലെ ഈ ചെറിയ സുഷിരങ്ങൾ അതങ്ങ് അടഞ്ഞു പോകും. അതിനും നല്ലത് ഞാൻ എണ്ണ പരട്ടില്ല, ചീപ്പ് തൊടത്തില്ല.
അത് ശരി. ചീപ്പിനെ മുടിയിലോട്ട് തൊട്ട് വലിച്ചോ എങ്ങനെ തട്ടിയോ ഒന്നും. പിന്നെ കൈ കൊണ്ട് കോതത്തേ ഉള്ളൂ. തല ചീകണമെന്നുണ്ടെങ്കിൽ ചീപ്പിച്ചതാ ഇവിടെ മാത്രം ഇങ്ങനെയൊന്നും കൈ കൊണ്ട് തലമുടി ചീകത്തേ ഇല്ല. അത് ശരി. ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ ഈ രഹസ്യം പുറത്തേക്ക് ആക്കുന്നത് കേട്ടോ. ഇത് കാണുന്നവര് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, രഹസ്യങ്ങളൊന്നും ഇല്ലാതെ. പിന്നെ പാരമ്പര്യം ഒരു ഘടകമാണ്. പാരമ്പര്യം ഒരു ഘടകമാണ്. ഇതാണ് എണ്ണയില്ല, ചീപ്പില്ല. നനഞ്ഞ മുടി കെട്ടി വെക്കാൻ പാടില്ല. അത് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. നനഞ്ഞ മുടി കെട്ടി വെക്കാൻ പാടില്ല. നനഞ്ഞ മുടി ഞാൻ ചുമ്മാ അഴിച്ചിടത്തേ ഉള്ളൂ. അതുപോലെ തല തോർത്തത്തില്ല, ചുറ്റി വെക്കുന്നത്. അങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നോണ്ടാണ്, പാരമ്പര്യമാണെങ്കിൽ പോലും ഞാൻ ഇതിനെ നിലനിർത്തി പോകുന്നത്. എന്നിട്ടും പൊഴിയുന്നുണ്ട്, നരയ്ക്കുന്നുണ്ട്. നിങ്ങളെ പോലൊക്കെ തന്നെ എന്റെ ഫ്രണ്ട് നരയ്ക്കുന്നുണ്ട്, മുടി നല്ലതായിട്ട് നരയ്ക്കുന്നുണ്ട്. പക്ഷെ മുന്നോട്ടില്ല, മുടി നരയ്ക്കത്തില്ല. തലയോട്ടിയുടെ ഇവിടെ ഈ ഫ്രണ്ടില് നരയുണ്ട്. പിന്നെ നരയ്ക്കാതിരിക്കാൻ തീർച്ചയായും നമ്മള് പ്രായം ചെല്ലുന്നതോറും നമുക്ക് ഒരു ക്രൗൺ ആണ് അല്ലെ, നമുക്ക് കിട്ടുന്ന ഒരു കിരീടമാണ് നരയെന്നാണ് പറയുന്നത്. എന്തായാലും ഉഷേച്ചിന്റെ മുടിയുടെ രഹസ്യം ഞങ്ങളുമായിട്ട് പങ്കിട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ FB-ലൊക്കെ പലരും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്താണ് ഈ മുടിയുടെ രഹസ്യം, ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊണ്ട് ഞാൻ ഈ ഒരു ചോദ്യം ഉഷേച്ചിന് ചോദിച്ചത്. പിന്നെ ഉഷേച്ചിന്റെ ഒരു ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല, ചിട്ടകളൊന്നും ഇല്ല. എക്സസൈസ് ഒക്കെ ചെയ്യാം, ജിമ്മിൽ പോകാറുണ്ട്, അതേ ഉള്ളൂ. പിന്നെ യോഗയ്ക്ക് കുറച്ചു കാലം പോയി. സ്വിമ്മിങ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ പാട്ട് പഠിച്ചു. കുറച്ചേ പഠിച്ചു. സരളി വരിശ മാത്രമേ പഠിച്ചുള്ളൂ. ജണ്ടയിലേക്ക് കയറിയില്ല, ജണ്ടവരിശയിലേക്ക് കയറിയില്ല. അതുകൊണ്ട് ഞാൻ നിർത്തി. അല്ലേ തന്നെ ഞാൻ പാടുന്ന പോലെ തന്നെ ഞാൻ പഠിച്ചപ്പോഴും പാടുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ചെറിയ ജീവിതം അല്ലാതെ നമ്മളുടേതായ രീതിയിൽ അത് വളരെ സന്തോഷകരമായി, വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹാപ്പിയസ്റ്റ് ലേഡി എന്ന് പറയാൻ വേണമെങ്കിൽ ഒരുപാട് സന്തോഷം അത് കേൾക്കുന്നതേ, ഒരുപാട് സന്തോഷം. അപ്പം നമ്മുടെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ഈ ഒരു കാലഘട്ടം നമ്മുടെ കാലഘട്ടം അല്ല. ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ബന്ധങ്ങൾക്കൊക്കെ ഒരുപാട് മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾക്കൊക്കെ ഇഴയെടുപ്പങ്ങളില്ല. മാതാപിതാക്കളും കുട്ടികളും ഒക്കെയുള്ള ബന്ധങ്ങളാണെങ്കിൽ പോലും എവിടെയും പണ്ടത്തെ രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് കാണുന്നില്ല. അപ്പം എന്താണ് ഒരു അമ്മ എന്ന നിലയില്, ഒരു പ്രതിബദ്ധത, ഒരു അമ്മ എന്ന നിലയില് നമുക്ക് ഈ ഒരു 10-45 വർഷത്തിന് മുകളിലായി ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു വനിത എന്ന നിലയില്, അതിലുപരി ജീവിതം ഇത്ര സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയില്, ഒരു എഴുത്തുകാരി എന്ന നിലയില് നമ്മുടെ കുട്ടികളോട്, അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും ഒരുപാട് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലങ്ങളിലൊക്കെ നമ്മൾ ഏറെ ഞെട്ടിച്ച കേസുകളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധി വരെ ഈ കുട്ടികൾ വഷളാകുന്നതിന് ഉത്തരവാദികൾ അച്ഛനമ്മമാര് തന്നെയാണ്. അവരുടെ വഴിവിട്ട ജീവിതം കണ്ടു വളരുന്ന ഏത് മക്കളും നന്നായി വളരും പറയും. അതുണ്ടാവില്ല. നമ്മൾ വളർത്തുന്നത് പോലെ ഇരിക്കും നമ്മുടെ കുട്ടികൾ. നമ്മളോട് അവരെ സ്നേഹിച്ചു ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിച്ചു ലാളിക്കാം. അതേസമയം അവരെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുകയും അതായത് നമ്മൾ അവർക്ക് എല്ലാം നൽകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടുന്ന ശിക്ഷണങ്ങളും നൽകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങള് അല്ലെ, കുടുംബ ബന്ധങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ ഒരുപാട് മൂല്യച്യുതികളുണ്ട്. ഡിവോഴ്സുകളൊക്കെ ഒരുപാട് കൂടുതലാണ്. ബഹുമാനിക്കാൻ പഠിക്കുക, മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കുക, അവരെ അനുസരിക്കാൻ പഠിക്കുക. അതൊന്നും ഇന്നത്തെ കുട്ടികളിൽ. പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു, ഇപ്പം ഇത് കാണുന്നവർക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. ഇവിടുള്ള കുട്ടികളിൽ അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അവരൊക്കെ വളരെ മര്യാദയുള്ള കുട്ടികളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ അനുഭവിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. അവർക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ഒരു സോറി പറയാനോ ഒരു താങ്ക്സ് പറയാനോ ഒരു മടിയില്ല. അവര് ഇവിടുത്തെ കൾച്ചറിൽ വളരുന്ന കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കുടുംബത്തോടൊരു സ്നേഹവും അടുപ്പവും പ്രതിബദ്ധതയും എല്ലാം ഉണ്ടെന്ന് പറയും. ഇപ്പൊ നമ്മളിവിടെ ഞാനിപ്പോ ഇവിടെ വളർത്തിയ രണ്ടുപേരും. ഞാൻ എന്റെ ഫേസ്ബുക്ക് നോക്കി അറിയാം എന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ എന്നോട് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. കുടുംബത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷം നമ്മൾ വളർത്തുന്നതിന്റെയാണത്. നമ്മൾ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. അത് ബോധ്യപ്പെടുത്തി തന്നെ വേണം നമ്മൾ അവരെ വളർത്തിയെടുക്കാൻ. വളരെ നല്ലൊരു കാര്യം പറഞ്ഞത്. അല്ലാതെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നതും കുഞ്ഞുങ്ങൾ പറയുന്നതും എല്ലാം അപ്പൊ സാധിച്ചു കൊടുത്ത് അപ്പൊ അവരുടെ എല്ലാ നിർബന്ധങ്ങൾക്കും വഴങ്ങിക്കൊടുത്ത് അങ്ങനെയൊന്നും അല്ല.
അങ്ങനെയൊക്കെ കുട്ടികളെ വളർത്തി കഴിഞ്ഞാൽ അവർ തൻ്റെടികളും തോന്നിയാസികളും അവർക്ക് ഈ പറഞ്ഞ പോലെ ധൈര്യമില്ല. ഒരു പ്രതിസന്ധി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനുള്ള യാതൊരു മനോധൈര്യവും ഇല്ല. ഒന്നുമില്ലാതെ കുഞ്ഞുങ്ങൾ നിസ്സാര കാര്യത്തിന് കാണാൻ വരെ വെറും നിസ്സാര സംഭവത്തിനാ ടിവിയില് ചാനൽ മാറ്റി, അമ്മ വഴക്ക് പറഞ്ഞു. ഇതൊക്കെയാണ് കാരണം. ഈ കാരണങ്ങളിലൊക്കെ കുട്ടികൾ ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ എങ്ങോട്ടാണ് ഈ കുട്ടികളുടെ ഭാവി പോകുന്നതെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. വളർത്തുന്നതിൻ്റെയാണ്. അത് തന്നെയല്ല, ഇപ്പൊ അച്ഛൻ മക്കളെ ഇട്ടിട്ട് പോകുന്നു, അമ്മ മക്കളെ ഇട്ടിട്ട് പോകുന്നു, കുഞ്ഞുങ്ങളെ കൊന്നേച്ചും പോകുന്നു. ഇങ്ങനെയുള്ള ഒരു അമ്മയുടെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മരിച്ചു അടുത്ത കുഞ്ഞ് വേറെ ജീവിച്ചിരിക്കുന്നു, അവനെന്തെങ്കിലും ആ അമ്മ സ്നേഹിക്കൂ. എൻ്റെ അനിയനെ കൊന്നു, അല്ലെ എൻ്റെ ചേട്ടനെ കൊന്നു, എൻ്റെ അച്ഛനെ കൊന്നവരാ, ആ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ക്രിമിനലായിട്ടേ വരത്തുള്ളൂ. ഞാൻ പറയുകയാണ്, അവരുടെ മനസ്സിൽ അടിഞ്ഞു കിടക്കും ആ ക്രിമിനൽ മെന്റാലിറ്റി. അല്ല തന്നെ അവർക്ക് സമൂഹത്തോടൊരു എന്താണ് വിദ്വേഷമാവും. മനസ്സിലായി, സമൂഹത്തോടും. അതുപോലെ തന്നെ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിലും കുട്ടികൾക്ക് സമൂഹത്തോടങ്ങ് പകയാ. ആ പക തീർക്കുന്നതാണ് കുട്ടികൾ പല രീതിയിൽ. മനസ്സിലായോ? തീർച്ചയായും ക്രൈം ചെയ്യാനും. സത്യസന്ധമായ വാക്കുകളാണ്, വളരെ സത്യമായ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന അച്ഛനമ്മമാര് നല്ലതാണോ, നന്നായിട്ട് വളർത്തുന്നുണ്ടോ, അവര് നല്ല പാതയിലൂടെയാണോ പോകുന്നത്, ജീവിതത്തിന്റെ സത്യസന്ധമായിട്ടാണോ അവര് ജീവിക്കുന്നത്, മൂല്യങ്ങൾ പകർന്നു ജീവിത മൂല്യങ്ങൾ അവരത് കണ്ട് മനസ്സിലാക്കി വളരുകയാണെങ്കിൽ അവര് ഒരിക്കലും ഒരു മോശക്കാരാവില്ല. തീർച്ചയായും ഇത്രയും അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തിത്വത്തിൽ നിന്നും പകർന്നു കിട്ടിയ വാക്കുകൾ നമുക്ക് ഒരുപാട് ഒരുപാടെല്ലാം പറയണമെന്നുണ്ട്, ഒരുപാടെല്ലാം എഴുതി വിടണമെന്നുണ്ട്. പക്ഷെ അവിടെയുണ്ട് 2 വർഷം. നമ്മൾ ഏത് തോന്നിയാസിനും ഏത് തമ്മാടിത്തരത്തിനും നമ്മൾ ഒന്ന് പ്രതികരിച്ചോ, അവിടെ അവരെ സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ കേൾക്കുന്ന വേറെയാ മോശം വാക്കുകളാണ്. എന്തിനാ അതിന് നിൽക്കുന്നത്? അതുകൊണ്ടാണ് ഒന്നും എഴുതി വിടാത്തത്. അല്ലെ തന്നെ പൊതുവെ പറയുന്നുണ്ട്, പക്ഷേ പച്ചയായിട്ട് എഴുതുന്നു, തുറന്ന് എഴുതുന്നു. അല്ല, അങ്ങനെ എഴുതണം, അങ്ങനെ പ്രതികരിക്കാനും പച്ചയായിട്ട് എഴുതാനും സത്യസന്ധമായി തുറന്നെഴുതാനും ആളുകൾ ആവശ്യമാണ്. ഉഷേച്ചിയുടെ കരങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. മുന്നോട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സമൂഹത്തിൽ നിന്ന് നടക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എതിരെ ശക്തമായി പ്രതികരിക്കാൻ തൂലിക ഉഷേച്ചിക്ക് പടവാളാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഒരു ബുക്ക് ഇപ്പൊ പ്രിന്റിങ്ങിലുണ്ട്, 10ാമത്തെ പുസ്തകം. അതെ, പേരെന്താ ഇട്ടിരിക്കുന്നത്? അതിന് ചമതി. ചമതിയാ? ഇത്തവണ റിലീസ് ഉണ്ടോ? ഇത്തവണയില്ല, പക്ഷെ ഞാൻ എല്ലാം കഴിഞ്ഞു. അത് പബ്ലിഷർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ ഉഷ ചേച്ചിയുടെ വിരൽത്തുമ്പിലൂടെ നമുക്ക് സമൂഹത്തിലേക്ക് എത്തട്ടെ. അതിൽ നിന്നൊക്കെ ഒരുപാട് മൂല്യങ്ങൾ സമൂഹത്തിന് പകർന്നു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഈ ഒരു വുമൺസ് ലൈവിലേക്ക് കടന്നു വരുവാൻ, ഞങ്ങളോട് അല്പസമയം ചെലവഴിക്കാനും ഉഷേച്ചി നമ്മുടെ കൂടെ ഇരിക്കുവാനും ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാനും കാണിച്ച നല്ല മനസ്സിന് ഒരുപാട് നന്ദി. താങ്ക് യു. നമസ്കാരം.